ഹായ് ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്ട്സ്. മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് ഭയങ്കര ഹിറ്റായിട്ട് നമ്മുടെ എല്ലാ ഇടയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള വേറൊരു സിനിമ കൂടി ഉണ്ട്. കുറച്ച് പഴയതാണെങ്കിലും അത് അക്കാലത്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹിറ്റെന്നല്ല, ഫൈനാൻഷ്യലി ഹിറ്റല്ല, എന്നാലും ഒരുപാട് അവാർഡ്സ് ഒക്കെ വാരിക്കൂട്ടി ക്രിട്ടിക്കൽ അക്ലൈംസ് ഒക്കെ കിട്ടിയ ഒരു സിനിമയാണ്. ഇപ്പം അതിൻ്റെ റീ റിലീസ് വേണം എന്നുള്ള അവകാശവാദങ്ങൾ കൂടുകയാണ്. ആ സിനിമയുടെ പേരാണ് ഗുണ. സോ കമൽഹാസനാണ് സിനിമയിലെ ലീഡ് റോള്. കൺമണി അൻപോട് കാതൽ എന്ന് പറഞ്ഞ പാട്ട് ഗുണയിൽ നിന്നുള്ള പാട്ടാണ്. മഞ്ഞുമൽ ബോയ്സിൽ ആ സിനിമയിലെ പാട്ടും ഡയലോഗും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഈ സിനിമ ഓൾറെഡി കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി കാണാത്തവർക്കായിട്ട് ഇതിൽ സ്പോയിലർ അലേർട്ട് ഉണ്ടാവും. സോ കാണാത്തവർ സ്കിപ്പ് ചെയ്യുക. സിനിമ 1991 റിലീസ് ചെയ്തത്. സന്താന ഭാരതിയാണ് സിനിമയുടെ ഡയറക്ടർ. സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൽഹാസൻ കുറച്ച് ഇമാജിനേഷനും സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരാളും, എന്നുവെച്ചാൽ നെഗറ്റീവ് വേയിലല്ല, പോസിറ്റീവ് വേയിൽ ഒരു പാവമായിട്ടുള്ള എന്നാൽ ഹ്യൂമൺ സാധാ മനുഷ്യരെ കൂട്ടാവണമെന്ന് ആഗ്രഹമുള്ള സ്വയം ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ചികിത്സ അന്വേഷിക്കുന്ന ഒരു ഭ്രാന്തനായിട്ടാണ് കമൽഹാസൻ ഇതിൽ വരണേ. അപ്പോൾ കമൽഹാസൻ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 2-2.5 മിനിറ്റ് ഉള്ള ഒരു ഷോട്ട് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ വേറെ കട്ടുകളൊന്നുമില്ലാത്ത ഷോട്ടാണ്. അതിൽ കമൽഹാസൻ ഒരു റൂമിന്റെ ചുറ്റും നിന്ന് സംസാരിക്കുന്ന ഒരു ഷോട്ടാണ്. അത് ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതായത് 2.5 മിനിറ്റ് കട്ടില്ലാതെ കമൽഹാസൻ സംസാരിക്കുന്ന ആ ഒരൊറ്റ ഷോട്ട് മതി എന്തുകൊണ്ടാണ് കമൽഹാസനെ ഉലക നായകൻ എന്ന് വിളിക്കണമെന്ന് നമുക്കറിയാം. കാരണം ആ ഷോട്ട് ഞാൻ ആ ഒരു സീൻ ഞാൻ കണ്ടിട്ട് പിന്നെ ഒന്നോടെ ഞാനത് ബാക്കോട്ട് പോയി ഒന്നോടെയും കണ്ടു. കാരണം നമ്മൾ ആ ഒരു സീൻ കാണുമ്പോൾ എന്താ പറയുക, എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, അതായത് അത് കണ്ടു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അത് അത്ര അടിപൊളിയായിട്ടാണ് അതിൻ്റെ ഡയലോഗ് ഡെലിവറി, അതിൻ്റെ ആക്ടിങ്, അത് നിർത്താതെ പറഞ്ഞു പോകുന്ന, അതും വിത്ത് മൂവ്മെന്റ്, അത് ഭയങ്കര, ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ അതായിരുന്നു. പിന്നെ മേലെ മലയാളം നടി രേഖയുണ്ട്. പിന്നെ ഇതിൽ റോഷ്നി എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. ഈ നടിയാണ് ഈ കൺമണി അൻപോട് കാതലൻ പാട്ടിലുള്ളത്. ഇവരെ പറ്റി ഞാൻ അന്വേഷിച്ചു. ഞാനപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ പിന്നെ അവരെ വേറെ സിനിമയിലൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവർ വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഞാൻ നോക്കിയപ്പോൾ വേറെ ഒന്നിലും ഇല്ല എന്നാണ് കണ്ടത്. പിന്നെ സിനിമ ഡെവലപ്പായി പോവുകയാണ്. കമൽഹാസന് മനസ്സിൽ വരുന്ന ഒരു, പുള്ളിക്ക് തോന്നുന്ന ഒരു ക്യാരക്ടർ, അതായത് ഒരു ഏഞ്ചൽ ഡെപ്പിക്ഷനാണ് ഈ അഭിരാമി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും അഭിരാമി എന്ന് പറയുന്ന റോഷ്നിയാണ്. അത് കമൽഹാസൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ക്യാരക്ടറാണ്. അപ്പം റോഷ്നി അഭിരാമി ആവുകയാണ്. പക്ഷെ കമൽഹാസൻ റോഷ്നിനെ തട്ടിക്കൊണ്ട് പോവാണ്. അപ്പം ഈ തട്ടിക്കൊണ്ട് പോയി അവിടെ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ കമൽഹാസനോട് റോഷ്നിക്ക് ഇഷ്ടം തോന്നി. റോഷ്നി തന്നെ സെൽഫ് അഭിരാമിയായിട്ട് മാറുകയാണ്. അവസാനം ട്രാജഡിയിലാണ് എൻഡ് ചെയ്യുന്നത്. അത് ഭയങ്കര വിഷമമാവും കണ്ടു കഴിഞ്ഞാൽ. കാരണം നമുക്ക് സിനിമ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ആകുമ്പോഴത്തേനും നമുക്ക് കമൽഹാസനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. ഭയങ്കര പാവമായിട്ടുള്ള, ഇഷ്ടമുള്ള ആളെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാളാണ് കമൽഹാസൻ. പക്ഷെ പുള്ളി മെന്റലി ഇല്ലാണ്. പുള്ളി ചെയ്യുന്നതൊന്നും കറക്റ്റ് ആണെന്നല്ല, ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു ഭ്രാന്തൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു സഹതാപം, ഒരു ഇമോഷണലി ഒരു പാവം എന്നൊരു സാധനം തോന്നും. അതുകൊണ്ട് തന്നെ അവസാനം ട്രാജിക്കൻ്റ് ആയതുകൊണ്ട് നമുക്ക് സിനിമ തീരുമ്പോൾ അറിയാതെ നമ്മളൊന്നും നെടുവേർപ്പെട്ടു പോകും. സോ അങ്ങനെയാണ് സിനിമ തീരുന്നത്. പിന്നെ ഗുണനെ പറ്റി വേറെ പറയാനാണെങ്കിൽ, ഗുണ ഇപ്പം നമ്മൾ എപ്പോൾ കണ്ടാലും നമുക്കത് പഴയ സിനിമ ആയതുകൊണ്ട് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല, അങ്ങനെയൊന്നുമില്ല. ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റിയൊരു സിനിമയാണ് ഗുണ. കാരണം അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ സ്റ്റോറിയും കമൽഹാസൻ്റെ ആക്ടിങ്ങും അതിൻ്റെ മ്യൂസിക്കും ഒക്കെ അടിപൊളിയാണ്. ഇളയരാജയാണ് മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ് കമ്പോസിഷനും എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് പോയേക്കണേ. പിന്നെ SP ബാലസുബ്രഹ്മണ്യം ഒക്കെ സിനിമയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും എന്താ പറയുക, ഗുണ ഒന്നോടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിയേറ്ററിൽ കാണുമ്പോൾ കുറച്ചുകൂടി രസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഫോണിൽ കണ്ടാലും അടിപൊളി സിനിമ തന്നെയാണ്. ഈ സിനിമ ഫൈനാൻഷ്യലി ഒരുപാട് ഹിറ്റായില്ല എന്നാണ് കേട്ടത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുപോലെ കമൽഹാസൻ ഇതിന് അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു എന്നും കേട്ടു. പക്ഷെ സിനിമയ്ക്ക് ഒരുപാട് വേറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കമൽഹാസന്റെ ആക്ടിങ് കണ്ടപ്പോൾ ഞാൻ ഒരു സ്റ്റേറ്റ് അവാർഡ് ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഒന്നും കണ്ടില്ല. പിന്നെ സിനിമയിൽ പറയാനാണെങ്കിൽ ഗുണക്കേവ് ഒരു സെക്കൻഡ് ഹാഫിലാണ് ഗുണക്കേവ്
തുടങ്ങുന്നത്. അത് ഒരുപാട് സീൻസിലുണ്ട്. എന്നുവെച്ചാൽ ഒത്തിരി സീൻസിൽ നമ്മൾ മഞ്ഞുമൽ ബോയ്സിൽ കണ്ട് പരിചയിച്ചത് കൊണ്ട് എന്നുവെച്ചാൽ മഞ്ഞുമൽ ബോയ്സ് ആണ് ഗുണയ്ക്ക് മുന്നേ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ മഞ്ഞുമൽ ബോയ്സിൽ കണ്ട ഒരുപാട് സീൻസ് എന്നുവെച്ചാൽ ഗുണക്കേവിൻ്റെ ഒരുപാട് ഷോർട്സ് നമുക്ക് ഗുണയിൽ കാണാൻ പറ്റും. ഈ ഓൾറെഡി പറഞ്ഞതുപോലെ ഭ്രാന്തനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ചില സമയത്ത് നല്ല കോമഡികളുണ്ട്. നമുക്ക് കാണുമ്പോൾ എന്നുവെച്ചാൽ കോമഡി എന്ന് പറയുമ്പോൾ നമുക്ക് കോമഡി മാത്രമല്ല ക്യാരക്ടറിനോട് ഒരു സഹതാപം കൂടി തോന്നും. എന്നാലും കോമഡി സീക്വൻസുകൾ വരുമ്പോൾ നമുക്ക് ചിരി വരും, ശരിക്കും ചിരി വരും. കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സെയിം ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ പാവം എന്നുള്ളൊരു ഫീലിംഗ് കൂടി തോന്നും. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ ഒന്നോടെയും തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട ഒരു സിനിമ കൂടിയാണ് ഗുണ. കാരണം ഇത് റിലീസ് ചെയ്ത സമയത്ത് ഇതിനെ പറ്റിയ ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഇപ്പം നമ്മളത് കാണുന്ന പ്രേക്ഷകർ അത് ഒരുപാട് സ്വീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള എന്ന് വെച്ചാൽ ആക്ടിങ് വൈസിലാണ് എനിക്ക് പറയാനുള്ളത്. ആക്ടിങ് വൈസിലാണ് കമലഹാസൻ അതുപോലെയാണ് വെച്ചാൽ അത്രയും രസമായിട്ടാണ് ആ സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്ന് വെച്ചാൽ ഓരോ സീനും കമലഹാസന്റെ ഓരോ സീനും എന്ത് രസമാണെന്നറിയോ. ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു പാവമായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് നമുക്ക് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര രസം തോന്നുന്നൊരു സിനിമയാണ് ഗുണം. എന്തായാലും ഇങ്ങനത്തെ ഒരു സിനിമ നമ്മുടെ കേൾക്കാത്ത ആളുകളുടെ ഇടയിലേക്ക് കൂടി കൊണ്ടുവന്ന മഞ്ഞുമൽ ബോയ്സിന് വലിയൊരു താങ്ക്സ്. മഞ്ഞുമൽ ബോയ്സ് ടീമിന് വീണ്ടും വലിയൊരു താങ്ക്സ്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.